എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ജയ്സാൽമീറിലെ വിശേഷങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. രാവിലെ നടക്കാൻ ഇറങ്ങിയതിൽ രണ്ടുണ്ട് കാര്യം. നമുക്ക് ഈ പ്രഭാത കാഴ്ചകളും അതോടൊപ്പം തന്നെ ജയ്സാൽമീറിലെ കോട്ടയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ, അതാണ് കോട്ട, അതിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് സൂര്യോദയം കാണാമെന്ന് പറയപ്പെടുന്നു. എന്തായാലും അത് കാണാൻ കഴിയുമോ? അതുപോലെ ഇവിടുത്തെ പ്രഭാത കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് നടക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളുടെ ഇടയിലാണ് ഈ കോട്ടയുടെ സ്ഥാനം. കരിങ്കല്ല് പാകിയ വഴികളാണ്, അതും ഒത്തിരി പഴക്കമുള്ള കല്ലുകളായതുകൊണ്ട് വളരെ വളരെ മിനുസപ്പെട്ട് കിടക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ മുന്നോട്ട് പോകാം. ഇവിടുത്തെ വലിയൊരു സന്തോഷക്കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഹോളിയാണ്. ഹോളിയുടെ ആഘോഷങ്ങൾ അതിരാവിലെ ആയത് കാരണം തുടങ്ങിയിട്ടില്ല. ആരെയും വെറുതെ വിടില്ല. ഇവർ ചായങ്ങളുടെ നിറങ്ങളുടെ ഒരു ഉത്സവക്കാലമാണ്. അപ്പോൾ നമുക്ക് അതിൽ പെടാതെ തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രഭാത കാഴ്ചകളിലാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങോട്ട് പോകാം. നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടായിരിക്കണം. ഇവിടുത്തെ നായകൾ നമ്മോടൊപ്പം തന്നെ വഴികൾ കാണിച്ചുകൊണ്ട് കൂടെ പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ പിന്തുടർന്ന് മുന്നോട്ട് പോകാം. അപ്പോൾ ഏതായാലും മലയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുന്നു. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് സൂര്യോദയത്തിന് ഇനി സമയമുണ്ട്. നമുക്ക് ഏതായാലും കുറച്ച് നേരം ഇവിടെ വിശ്രമിക്കാം. അങ്ങനെ നമ്മോടൊപ്പം ഒത്തിരി ആളുകൾ ഇങ്ങനെ ഉദയം കാണാനായിട്ട് വരുന്നുണ്ട്. അതിൽ ഞങ്ങൾ ആശിഷ് ഭരദ്വാജ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. മേഘം ഉള്ള ദിവസമാണ്, എന്നാലും സൂര്യോദയം വളരെ ഭംഗിയായിട്ട് ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. ഇത് പണ്ടത്തെ രാജകൊട്ടാരമായിരുന്നു. ഇപ്പോൾ ഇത് 3 സ്റ്റാർ ഹോട്ടലാണ്. നമുക്ക് ആ ഹോട്ടലൊക്കെ ഒന്ന് കാണാം. ഒപ്പം ഇതിൻ്റെ റൂം റെൻറ്റ് 4000 രൂപയോളമാണ് വരുന്നത്. വീണ്ടും അടുത്ത യാത്രക്കുള്ള ഒരുക്കങ്ങളാണ്. വെളിച്ചം വീണപ്പോൾ കോട്ടയ്ക്ക് മറ്റൊരു രൂപമാണ്. എന്നും എവിടെയും സംഗീതം മാത്രം നിറയുന്ന ഈ ഓടുവഴികളിൽ എന്തായാലും ഇവിടുത്തെ ആഭരണ വിഭൂഷിതയായ രജപുത്ര സ്ത്രീകളുടെ സൗന്ദര്യവും കൂടി പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. എന്തായാലും കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് നടക്കാം. 55 to 1910, totality 5 Haveli's, completely 60 year. Per Haveli made in 12 year. Patwa is a businessman, whole time running a silk route. Start to China, gone through in Rajasthan, northwest India. Tax collection were given by the royal family to Patwas. Patwa has a ഇവിടെ 5 ഒരു sons. ഗായകൻ അസാധ്യമായി പാടുന്നുണ്ട്. കുറച്ചു നേരം മണിമാളികയിൽ വിരാജിക്കുന്നവരുടെയും പാവങ്ങളുടെയും നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ കാണാൻ കഴിയും. 4 കവാടങ്ങളാണ് ഈ കോട്ടയിലുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇങ്ങനെ കടന്ന് മുന്നോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ യഥാർത്ഥ ജീവിതങ്ങളിൽ നിറങ്ങളുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇവിടെ എങ്ങും നിറങ്ങളുടെ സമ്മേളനമാണ് നടക്കുന്നത്. ഇവിടെ ആണത്രേ രാജ്ഞി താമസിച്ചിരുന്നത്. രാജ്ഞിയുടെ പാലസാണ് ഈ കാണുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ് ഈ കോട്ട നിരന്തരമായി ആക്രമണത്തിന് വിധേയമായത്. ഏകദേശം 9 വർഷത്തോളമാണ് ഈ കോട്ടയിൽ യുദ്ധപരമ്പരകൾ നടന്നുകൊണ്ടിരുന്നത്. ഒട്ടേറെ ജീവനുകളാണ് ഇവിടെ അപഹരിക്കപ്പെട്ടത്. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് സഞ്ചാരം തുടരാം. ഈ കോട്ട പണിയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ, ഗ്രാനൈറ്റുകൾ സ്വർണ്ണ നിറത്തിലുള്ളതാണ്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആണ് അദ്ദേഹം പാടുന്നത്. നമുക്ക് വലിയ ഭാഷയില്ല, ഞങ്ങളുടെ ഭാഷയിൽ എന്തൊക്കെ ഇടക്കിടക്ക് പേരുകളൊക്കെ ഉച്ചരിക്കും. എന്തായാലും ഒരു സമാധാനമുള്ള അന്തരീക്ഷമായിരുന്നില്ല അക്കാലം. തുഗ്ലക്കും ഖിൽജിയും അതുപോലെ തന്നെ മുഗളന്മാരും
നിരന്തരമായിട്ട് ഈ കോട്ടയെ ആക്രമിച്ചു പോന്നു. അങ്ങനെ 1762 ബാട്ടി രാജവംശത്തിൽപ്പെട്ട മഹാറവാൽ മിൽരാജ് എന്ന രാജാവാണത്രേ ഈ കോട്ട മുഗളന്മാരിൽ നിന്നും തിരിച്ചു പിടിച്ചത്. അന്ന് ജൈനമതക്കാർ ഒട്ടേറെ സമ്പത്തിൽ വളരെ മുന്നോക്കം നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ആക്രമണങ്ങൾക്ക് ഇവർ വിധേയരാകേണ്ടി വന്നു. അങ്ങനെയാണ് രാജാവ് ഇവരുടെ ക്ഷേത്രങ്ങൾ കോട്ടയ്ക്കകത്ത് സ്ഥാപിക്കാനുള്ള അനുമതി നൽകിയതും പിന്നീട് അവിടെ ക്ഷേത്രങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായതും. എന്തായാലും ഈ ഇടവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രങ്ങളിലേക്കൊക്കെ എത്താനുള്ള വഴികളാണ്. ഇതൊരു ക്ഷേത്രത്തിൽ നിന്നും ആളുകൾ ഇറങ്ങി വരികയാണ്. എന്തായാലും വീണ്ടും നമുക്ക് മുന്നോട്ട് പോകണം. അതാ കാണുന്നതും മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ്. ജനവാസമുള്ള ഈ കോട്ടയ്ക്കുള്ളിൽ ഏകദേശം 4000-ഓളം ജനങ്ങളാണ് വസിക്കുന്നത്. എന്നിട്ടും ഇവിടുത്തെ വൃത്തി നമ്മളെ അത്ഭുതപ്പെടുത്തും. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇവർ ഓരോ ഇടവും സംരക്ഷിച്ചു പോകുന്നത്. അങ്ങനെ നിറമുള്ള അവരുടെ ജീവിതം ഒരിക്കലും നിറം കെടാതിരിക്കാൻ നമ്മളും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും അവരുടെ നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ സൊസൈറ്റി മുഖാന്തരം ഉള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇടമുണ്ട്. അവിടെ നിന്നാണെങ്കിൽ വിലപേശൽ നടക്കില്ല, കൃത്യമായ വിലയിൽ അവർ സാധനങ്ങൾ തരും. അല്ലാതെ നമുക്ക് വഴിപാണിവക്കാർ ഒരുപാടുണ്ട്, അവരിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാം. എന്തായാലും ഒത്തിരി ഓർമ്മകളും പേറി തിരിച്ച് വീണ്ടും അടുത്ത യാത്രയ്ക്കായി പോകാം.